നോട്ട് പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഏഴാം ദിവസവും ജനങ്ങളെ വലച്ചു. എടിഎമ്മുകളിൽ ഇന്നും പണമില്ല. സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ്സുകളിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച് ദിവസം 7ആയിട്ടും സംസ്ഥാനത്ത് ബാങ്ക് ഇടപാടുകളിലെ പ്രതിസന്ധിക്ക് വിരാമമായിട്ടില്ല. പല ബാങ്കുകളിലും ഇടപാടുകൾ നടത്താൻ ആവശ്യത്തിന് പണമില്ലാത്തത് ജീവനക്കാർക്കിടയിലും ബുദ്ധിമുട്ടായിട്ടുണ്ട്. പണം നിക്ഷേപിക്കാനും മാറിയെടുക്കാനുമായി എത്തുന്ന നൂറുകണക്കിന് ആളുകൾ പണം ലഭിക്കാതെ മടങ്ങുന്ന കാഴ്ചയും 7ആം ദിവസത്തിൽ മുഴച്ചുനിന്നു. മിക്ക ATM കൗണ്ടറുകളിലും പണമില്ലാത്തതിനെ തുടർന്ന് ഉച്ചവരെ അടച്ചിട്ടു. SBI, SBT ബാങ്കുകളിലെ ATMകളിൽ മാത്രമാണ് പണം തീരുന്ന മുറയ്ക്ക് നിറയ്ക്കുന്ന പ്രക്രിയ നടക്കുന്നത്. 2500 രൂപ വരെ ATMകളിൽ നിന്ന് പിൻവലിക്കാമെന്ന് പ്രതീക്ഷിച്ചെത്തിയവർക്ക് 500ഉം 300ഉം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ബാങ്കുകൾ 4 മണിവരെ പ്രവർത്തിച്ചുവെങ്കിലും ക്യൂവിന്റെ നീളം 6ആം ദിവസത്തേക്കാൾ കൂടിയിരുന്നു. മധ്യ കേരളത്തിൽ രാവിലെ മുതൽ തന്നെ ATMകൾ കാലി. ബാങ്കുകളിലും പണമില്ലാത്തതിനെ തുടർന്ന് പണമിടപാടുകൾ തടസ്സപ്പെട്ടു. മണിക്കൂറുകളോളം നീണ്ട ക്യൂവിലകപ്പെട്ടവർ പണം ലഭിക്കാത്തതിനാൽ രോഷാകുലരായി. പല ATM കൗണ്ടറുകളും പ്രവർത്തനരഹിതമായത് ആളുകളെ കൂടുതൽ കഷ്ടത്തിലാക്കി. മലബാർ ജില്ലകളിൽ പണത്തിനായി ഒരു ATMൽ നിന്ന് മറ്റൊന്നിലേക്ക് കാർഡുമായി ഓടുന്നവർ കുറവല്ലായിരുന്നു. തലസ്ഥാന ജില്ലയിൽ 2000 രൂപ നോട്ടുകൾ SBTയുടെ ATM കൗണ്ടറുകളിൽ നിറച്ചു. 2000 രൂപ ലഭിച്ചാലും അത് മാറിയെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കാരണം പലരും ആ വഴിക്ക് പോയിട്ടില്ല. 500 രൂപ 1000 രൂപ നോട്ടുകൾ മാറി നൽകുന്നതിൽ ഇടപാടുകാരുടെ കയ്യിൽ മഷി പുരട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം അടുത്ത ദിവസം നടപ്പിലാകുമോ എന്ന ആശങ്ക ജനങ്ങൾക്കും ബാങ്ക് ജീവനക്കാർക്കുമുണ്ട്. സംസ്ഥാനത്ത് 7 ദിവസമായിട്ടും ജനങ്ങൾ ഇപ്പോഴും നോട്ടുകൾ മാറിയെടുക്കുന്നതിനും പണത്തിനും വേണ്ടി നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണുന്നത്. തലസ്ഥാനത്ത് 2000 രൂപയുടെ നോട്ടുകൾ ATMകളിൽ ഇൻസേർട്ട് ചെയ്തു എന്നതാണ് പുതുതായി വന്ന ഡെവലപ്മെന്റ്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനു. അസാധുവായ നോട്ടുകൾ മാറുന്നതിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ ബാങ്കുകളിലെത്തി അസാധുവായ നോട്ടുകൾ മാറാനാകില്ല. ഇതിനായി നോട്ട് മാറാൻ എത്തുന്നവരുടെ വിരലിൽ മഷി പുരട്ടും. അതേസമയം നോട്ട് അസാധുവാക്കിയ സർക്കാർ നടപടി സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സ്വീകരിച്ച നടപടി അറിയിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. സാധാരണക്കാരെ ഉപയോഗിച്ച് കള്ളപ്പണം മാറ്റുന്നതായി സംശയം വർദ്ധിച്ച സാഹചര്യത്തിലാണ് അസാധുവായ നോട്ടുകൾ മാറുന്നതിന് നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അസാധുവായ നോട്ടുകൾ മാറാനെത്തുന്നവരുടെ കൈവിരലുകളിൽ ഇനി മുതൽ മഷി പുരട്ടും. പ്രധാന നഗരങ്ങളിലെ ബാങ്കുകളിലാണ് ആദ്യം ഈ തീരുമാനം നടപ്പാക്കുക. വോട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ മഷി പുരട്ടുന്ന മാതൃകയിലായിരിക്കും ഇത്. ഒരിക്കൽ നോട്ട് മാറാൻ എത്തുന്നവർ വീണ്ടും നോട്ട് മാറാനായി എത്തുന്നത് തടയാനാണ് ഈ നീക്കം. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. As a result, what is happening is that the benefit, the facility of withdrawal of cash is getting restricted to a smaller number of people, because when the same people come again and again, it denies the opportunity to another person or to other persons who have not been able to reach the counter or reach the ATM to get the cash. To prevent such kind of misuse, it has been decided that government would resort, the branches of banks would take resort to use of indelible ink marks. ജൻധൻ അക്കൗണ്ടുകളിലെ അടക്കം നിക്ഷേപങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കും. ആരാധനാലയങ്ങളിലെ നേർച്ചപ്പണം അതത് ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ദില്ലിയിലെ അടക്കം മിക്ക ATMകളും ഇന്നും നിശ്ചലമായി. പുതിയ 2000 രൂപ നോട്ടുകൾ ഇന്നും ATMകളിൽ എത്തിയില്ല. പുലർച്ചെ മുതൽ ബാങ്കുകൾക്ക് മുന്നിൽ വൻ ക്യൂ ആണ് കാണപ്പെട്ടത്. അതേസമയം നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ നടപടി സ്റ്റേ ചെയ്യുന്നില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സാമ്പത്തിക നയത്തിൽ ഇടപെടുന്നില്ലെന്നാണ് കോടതി അറിയിച്ചത്. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സ്വീകരിച്ച നടപടി സർക്കാർ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജി നവംബർ 25-ന് കോടതി വീണ്ടും പരിഗണിക്കും. സാധാരണക്കാരെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനായാണ് നിയന്ത്രണങ്ങൾ സർക്കാർ കർശനമാക്കിയിരിക്കുന്നത്. എന്നാൽ പുലർച്ചെ മുതൽ ക്യൂ നിൽക്കുന്ന ജനങ്ങളുടെ ദുരന്തമൊഴിയാൻ ഒരു നടപടിയും സർക്കാർ ശുപാർശ ചെയ്യാത്തത് ആശങ്കയുണർത്തുന്നു. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.